ഹായ് ഓൾ, ഇന്നൊരു സൺഡേ വ്ലോഗാണ്. എല്ലാവരും രാവിലെ എണീറ്റ് പള്ളിയിൽ പോകുന്ന പരിപാടിക്കാണ്. 7:30 കുർബാന. അപ്പം ഞാൻ പതിവ് പോലെ വെള്ളമൊക്കെ കുടിച്ച് ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് നമ്മൾ റെഡി ആവുകയാണ്. അങ്ങനെ കുർബാനയൊക്കെ കഴിഞ്ഞ് ടൈം ഒരു 8:30 ആയി. അപ്പോൾ ഇതിൻ്റെ ഒരു മോർണിംഗ് സൺ ഗ്ലോ ആണ് നിങ്ങൾ കാണുന്നത്. അപ്പം നമ്മൾ വീട്ടിലേക്ക് പോവാണ്. കുറച്ച് സാധനം വാങ്ങാനുണ്ട്. അവന് ബർത്ത്ഡേ നിർത്തി. ഞാൻ പിന്നെ എനിക്കൊരു ചെയിനും എടുത്തു കേട്ടോ. നല്ല കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു ഇവിടെ. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ എത്തി. നമ്മളിപ്പോൾ റീൽ എടുക്കാൻ പോവാണ്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ബീബു. കൊറോണ കാലത്ത് നമ്മളൊപ്പം കൂടിയതാണ്. ചെക്കന് നമ്മുടെ അതേ സ്വഭാവമാണ്. ഭയങ്കര ലേസിയാണ്. ഭയങ്കര ലേറ്റ് ആയിട്ടുണ്ട് എണീക്കൽ. സോ ഗൈസ്, ദാറ്റ്സ് എ ഗ്ലോ ആഫ്റ്റർ എ ഡാൻസ്. നമ്മളിപ്പോഴും എന്താ പറയുക, ജിമ്മിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് ഡാൻസ് കളിച്ചാൽ മതി. അടുത്തു ഒന്നും കഴിക്കാതെ പോയെന്ന് തന്നെ വിശന്ന് കാഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ പുട്ടും പഴമാണ് ഉണ്ടാക്കിയത്. അതൊക്കെ കഴിച്ചു. അച്ഛൻ നമ്മുടെ പറമ്പിൽ പോകാനുള്ള പരിപാടിയാണ്. അതിനുള്ള യൂണിഫോമാണിത്. പാട്ടൊക്കെ പാടി അമ്മ ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം കാലാക്കാണ്. ഞങ്ങളും സഹായിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. നിമ്മിയുടെ വക ഇന്ന് സ്പെഷ്യൽ തട്ടുകട സ്റ്റൈൽ ഓംലെറ്റ് ഉണ്ട്. കാണാൻ തന്നെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഭയങ്കര സൂത്തിങ് ആൻഡ് ഫില്ലിംഗ് ആയിരുന്നു. അത് ടേസ്റ്റിലും അടിപൊളിയായിരുന്നു കേട്ടോ. ഗൈസ്, ഇപ്പോൾ നിങ്ങളുടെ നമ്മുടെ വീട്ടിൽ നിമ്മി അപ്പം പാത്രം കഴുകുന്നു. പക്ഷെ അങ്ങനല്ല കേട്ടോ. ഇന്നലെ രാത്രി ഞാൻ ഒരു ലോഡ് പാത്രം കഴുകി. അതുകൊണ്ട് എന്തിനില്ല ഇവിടെ കഴിക്കുന്നത്. വീടെടുക്കാൻ മാത്രമല്ല പണിയെടുക്കാനും നെഹാജിക്ക് അറിയാമെന്നൊക്കെ തിരിച്ചു കൊടുക്കാനും നെഹാജി ഭയങ്കര പണിയാണ്. വീട്ടിൽ പോയാൽ തീറ്റ ഉറക്കും. ഇത് തന്നെയാണ് എൻ്റെ പരിപാടി. അതിന് ഉച്ചയ്ക്ക് ഫുഡ് റെഡിയായി. നല്ല ചൂട് ചോറും അയലക്കറിയും മീൻ വറുത്തതും മുട്ട വറുത്തതും നല്ല അടിപൊളി അവിയലൊക്കെ ഉണ്ടായിരുന്നു. വിശപ്പ് അങ്ങോട്ട് മാറാത്തതുകൊണ്ട് ഒരു ഓറഞ്ചും കൂടെ കഴിച്ചു. നിമിക്ക് നാളെ ക്ലാസ് ഉണ്ട്. അതുകൊണ്ട് അവൾ ഇന്ന് തന്നെ കോളേജിലേക്ക് തിരിച്ചു പോവാണ്. അതിനുള്ള പ്രിപ്പറേഷൻസ് ആണ്. സത്യം പറഞ്ഞാൽ ആഴ്ചക്കാഴ്ച വരുമെങ്കിലും ഇവിടെ പോകുന്നതാണെങ്കിൽ ഒരു വിഷമമാണ് കേട്ടോ. ഇവിടെ നല്ല മഴ വരുവാണ് ഗൈസ്. അപ്പം തുണി എടുക്കാൻ വന്നതാണ്. ഞായറാഴ്ച ഉച്ചൂണ് കഴിഞ്ഞൊരു ഉറക്കം അത് നിർബന്ധം. അതുകൊണ്ട് ഒരു ബ്രൗണിയും കൂടെ കഴിച്ച് ഞാൻ ഉറങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ വൈകുന്നേരം എണീറ്റ് ചായ കുടിച്ചു ചെയ്തപ്പോഴാണ് അജുവിൻ്റെ വരവ്. എന്നിട്ട് അജുവിലോട്ട് കുറച്ച് കത്തിയൊക്കെ അടിച്ചിരുന്നു. അപ്പോൾ അത് അച്ഛൻ്റെ ക്ലബിലേക്ക് ഫ്രണ്ട്സിൻ്റെ കാണാൻ പോവാണ്. നമുക്ക് എങ്ങോട്ട് പോകാനില്ലാത്തതുകൊണ്ട് വെറുതെ ഇരുന്ന് വിശന്നു. അപ്പം നമ്മൾ വെച്ചിട്ട് മാഗി ഉണ്ടാക്കി കഴിക്കാം. 8 o'clock വീട്ടിൽ കുരിശ് വരയ്ക്കുന്നത്. ഞാൻ കുരിശ് വരെ കഴിഞ്ഞ് സ്റ്റാർ തൂക്കിയിട്ടുണ്ടായിരുന്നില്ല. അത് തൂക്കിയിട്ട് എന്നിട്ട് ഡിന്നർ കഴിച്ചു. ഡിന്നർ വാസ് എ സെയിം റെപ്പറ്റേഷൻ. പിന്നെ എനിക്ക് അവയിലൊക്കെ നല്ല ഇഷ്ടമുണ്ട്. എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് ചോറാണ് കേട്ടോ കഴിക്കാൻ ഏറ്റവും ഇഷ്ടം. പിന്നെ എല്ലാവരും കുറേ നേരം ഫോണൊക്കെ നോക്കിയിരുന്നു. അങ്ങനെ കിടക്കാറായി. സോ സൺഡേ ഡെയിലി വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ബൈ.